ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവിടെ പറയുന്നത് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. യോസഫ് പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുമ്പുരാൻ്റെ വളർത്തച്ഛനായ യോസഫ് പിതാവ് ദൈവത്തിൻ്റെ ദൂതൻ എന്തെല്ലാം കൽപ്പിച്ചോ അത് അതുപോലെ ചെയ്തു. മറുത്തൊരു ചോദ്യം ചോദിച്ചായിട്ട് വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ യോസഫ് പിതാവ് എന്താണോ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനോട് കൽപ്പിച്ചത് അത് അതേപടി അനുസരിച്ചു. ഇതാ ഗർഭിണിയായ മറിയെ ചേർത്തുകൊള്ളുവാൻ പറയുന്നുണ്ട്. അവിടെ യോസഫ് പിതാവ് തിരിച്ചു ചോദിക്കുന്നില്ല, അയ്യോ ഞാൻ അവളെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് അപമാനം വരുമല്ലോ എന്ന് ചോദിക്കുന്നില്ല. ആ ദൈവം പറഞ്ഞ് അതേപടി അനുസരിച്ചു. മുസ്ലിമിലേക്ക് ഓടിപ്പോവാൻ പറഞ്ഞു. ആ ഓടിപ്പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്, അവിടെ സ്ഥലം കിട്ടുമോ എന്നൊന്നും ചോദിച്ചില്ല. ഇതാ രാജാക്കന്മാരെ ഞങ്ങൾ വന്ന് കൊല്ലുമോ ഒന്നും ചോദിച്ചില്ല. പറയുന്നത് പോലെ അനുസരിച്ചു. ഇതാ മറിയാമിനെയും പരിശുദ്ധ കന്യാമറിയാമിനെയും യേശുവിനെയും സംരക്ഷിക്കുവാൻ ഇത്രമാത്രം പാടുപെട്ട ഒരു പരിശുദ്ധ പിതാവ് ആ ദൈവകൽപ്പനയോട് മറുത്തൊരു വാക്ക് സംസാരിക്കാതെ ദൈവകൽപ്പന അതേപടി അനുസരിച്ച ഒരു പിതാവ്. എന്നാൽ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും സക്കറിയ പുരോഹിതൻ ഇതാ ദേവദൂതൻ അവിടെ ഗബ്രിയേൽ ദൂതൻ അവിടെ വന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. മറിച്ച് ചോദിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയാം തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദേവദൂതന്മാർ അബ്രഹാമിന് പ്രത്യക്ഷനാകുമ്പം അവരോട് ദേവദൂതന്മാരോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അവിടെ ഒക്കെ ആ കാണുന്ന അബ്രഹാം ആയാലും സക്കറിയ പുരോഹിതനായാലും പരിശുദ്ധ കന്യാമറിയാമായാലും ദേവദൂതന്മാർ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് ഒരു കാര്യം പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുമെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഈ യോസഫ് പിതാവ് ദേവദൂതന്മാർ എന്തു പറഞ്ഞു അത് അതേപടി അനുസരിച്ചൊരു പിതാവാണ്. എന്നാൽ അതേപടി അനുസരിച്ചൊരു പിതാവിന് നമ്മൾ സഭയിൽ, ഓർത്തഡോക്സ് സഭയിൽ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ചൊല്ലുകളിൽ, എന്തിന് ഈ വേദപുസ്തകത്തിൽ പോലും യോസേഫ് പിതാവിന് എന്ത് സ്ഥാനമാണുള്ളത്? ഈ വേദപുസ്തകത്തിൽ ഈ മത്തായി ശ്ലീഹ ഒഴിച്ച് എവിടെയാണ് യോസേഫ് പിതാവിന്? അതും മത്തായി ശ്ലീഹ ചുരുക്കം ചില വാക്കുകളിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ആ യോസേഫ് പിതാവിന് സഭയും അല്ലെ അതിൻ്റെ ആരാധനയും അതിൻ്റെ പ്രാർത്ഥനകളും ഒക്കെ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? പാടെ വിസ്മരിച്ച് പോയ ഒരു പിതാവ്. ഇതാ ഈ അപ്പോക്രിഫൽ ലേഖനങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് തന്നെ ഈ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവിനെ കുറിച്ച്, അതായത് ഈ യോസേഫ് പിതാവിനെ കുറിച്ച് വളരെ മതിപ്പോടും ഭയത്തോടും വിറയലോടും ഒക്കെ സംസാരിച്ചതെന്ന് അപ്പോക്രിഫൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. ജോസഫ് ദ കാർപ്പൻ്റർ എന്ന അപ്പോക്രിഫൽ ലേഖനത്തിൽ അങ്ങനെ പറയുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം സ്ഥാനമാണ് കർത്താവ് കൊടുത്തത്. പക്ഷെ സഭ യോസേഫ് പിതാവിന് എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? അതായത് പാടെ വിസ്മരിച്ചു പോയ നമ്മുടെ പരിശുദ്ധ കന്യാമറിയാവിനോ അല്ലെങ്കിൽ മറ്റ് വിശുദ്ധന്മാർക്കോ കൊടുക്കുന്ന സ്ഥാനം യോസേഫ് പിതാവിന് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്ക് വേണ്ടി ഒരു പുതിയ ആധ്യാത്മിക സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ പുതിയ സംഘടന അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രായമുള്ളവർ പരസ്പരം ഊന്നുവടികളാകുക, പരസ്പരം ഒന്ന് കണ്ടുമുട്ടാൻ, അവർക്കൊന്ന് സ്വയം അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുവാനായിട്ട് അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നല്ലൊരു ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരെല്ലാം കൂടെ ചേർന്ന് നിന്ന്, പ്രത്യേകിച്ച് അവർ ഏകാന്തതയുടെ അനുഭവപ്പെടുമ്പോൾ പകൽ വീടായിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചേർന്ന് നിന്ന് അവരുടെ മാനസികമായ സന്തോഷം ഒന്ന് പങ്കുവെക്കാനൊക്കെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചേർത്ത് വെച്ച ഒരു ആത്മീയ സംഘടനയാണ്. ആ സംഘടനയുടെ പേര് സെൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് എന്നാണ്. സെൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്. ആ സംഘടനയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ഈ പരിശുദ്ധ യോസേഫ് പിതാവിൻ്റെയാണ്. ഞാൻ കരുതുന്നത്, എൻ്റെ പരിമിതമായ ചിന്തയിൽ ഞാൻ കരുതുന്നത്, ഒരു പക്ഷെങ്കിൽ ഈ സംഘടനയ്ക്ക് ഈ യോസേഫ് പിതാവിൻ്റെ പേര് കൊടുത്തതിലൂടെ കാലം യോസേഫ് പിതാവിന് വേണ്ടി കരുതി വെച്ചൊരു നീതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ സഭയും നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചൊല്ലുകളുമൊക്കെ ഈ പരിശുദ്ധ പിതാവിനെ മറന്നു പോയപ്പോൾ ഇതാ ഈ ഇന്നത്തെ പിതാക്കന്മാർ ഒരുപക്ഷെങ്കിൽ ഈ പേര് കൊടുത്തതിലൂടെ ഇതാ ഈ കുറഞ്ഞപക്ഷം ഈ പേരിലൂടെ ഈ ആധ്യാത്മിക സംഘടനയിലൂടെയെങ്കിലും നമ്മുടെ യോസേഫ് പിതാവിനെ ഒന്ന് ഓർക്കുവാൻ, ഒന്ന് സ്മരിക്കുവാൻ ഇടയാകുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മറന്നുപോയ ഒരു പരിശുദ്ധൻ്റെ സാന്നിധ്യം, യോസേഫ് പിതാവിൻ്റെ സാന്നിധ്യം ഈ പേര് കൊടുത്തതിലൂടെ ആ പരിശുദ്ധ പിതാവിനെ ഒന്ന്
എന്ന് സ്മരിക്കുവാനായിട്ട് കഴിയാൻ. അതുമല്ല, അതിൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരിക്കണം. കാരണം യോസേപ്പ് പിതാവ് എങ്ങനെയാണോ മറിയമ്മിനും ഈ യേശുമ്പുരാനും പിഞ്ചു കുഞ്ഞായ യേശുമ്പുരാനും സംരക്ഷണമായത്, അതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെങ്കിൽ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുകയാണ്. 60 വയസ്സിന് മേലിൽ പ്രായമൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അനുഭവത്തിലേക്കാകുമ്പോൾ ഒരു കുഞ്ഞിനെ ചേർത്തുന്ന അനുഭവം ഈ യോസേപ്പ് പിതാവിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് മറിയത്തിനെയും, അതായത് ബലഹീനയായ ആ ഒരു ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലെ ബലഹീനതയെ അറിയുക, ആ അവസരത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവ്, ആ പിതാവിൻ്റെ പേര് തീർച്ചയായിട്ടും ഇത് നല്ല ഒരു അർത്ഥമുള്ള പേരാണ്. ഈ സംബന്ധം പരസ്പരം ഊന്നുവടിയാകാനും മറ്റുള്ളവരെ ചേർത്ത് താൻ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ തക്കവണ്ണം ഈ പേര് എന്തായാലും അന്വർത്ഥമായിരിക്കാൻ, അതിൽ നമുക്ക് സന്തോഷിക്കാം. രണ്ടാമത്, ഈ എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മീയ കൂട്ടായ്മ വന്നത്, അതും എൻ്റെ പരിമിതമായ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അതെന്തുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ നിലവിൽ വരണം എന്ന് നമുക്ക് ആലോചിച്ചാൽ നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കിയാൽ ഇസ്രായേൽ ഒറ്റ രാജ്യമായിരുന്നു. ഇതാ 4 രാജാക്കന്മാർ വരെ ഒറ്റയായിരുന്ന ഒരു രാജ്യമായിരുന്ന ഇസ്രായേൽ, അതായത് ശൗലും ദാവീദും ഈശ്ബോശേത്തും ശലോമോൻ വരെ ഈ ഇസ്രായേൽ രാജ്യം ഒറ്റ രാജ്യമായിരുന്നു. എന്നാൽ ശലോമോൻ്റെ മകൻ രഹബയാം, ചെറുപ്പക്കാരനായ രഹബയാം ചാർജ് എടുത്തപ്പോൾ, രാജസ്ഥാനം ഏറ്റെടുത്തപ്പോൾ, ആ രഹബയാമിൻ്റെ കാലത്ത് രാജ്യം രണ്ടായി. അങ്ങ് വടക്ക് ശമരിയ ഉൾപ്പെടുന്ന ഇസ്രായേലും തെക്ക് യഹൂദ ഉൾപ്പെടുന്ന ഇസ്രായേലുമായി രണ്ടായി ഭാഗിച്ചു. അതിൻ്റെ ഒറ്റ കാരണം ഈ രഹബയാമിൻ്റെ കടുംപിടുത്തമാണ്. ആ രഹബയാം പ്രായമുള്ളവരെ മറന്നു. അതായത് ഇതുപോലെ 60 വയസ്സിന് പ്രായമുള്ള തൻ്റെ പിതാക്കന്മാരൊക്കെ ചേർത്ത് നിർത്തിയ നരച്ച തലകളെ, അല്ലെങ്കിൽ അനുഭവജ്ഞാനമുള്ളവരെ, അല്ലെങ്കിൽ ലോകപരിചയമുള്ളവരെ, പരിചയസമ്പന്നരായ ആൾക്കാരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതാ ഈ ചെറുപ്പക്കാരനായ രഹബയാം, ഇതാ അവൻ്റെ കൂട്ടുകാർ, അതായത് ലോകപരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഒരു അനുഭവസമ്പത്തും ഇല്ലാത്ത, ഒരു ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങളും ഇല്ലാത്ത ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തി അവർ പറയുന്ന പോലെ കേട്ടു എന്നുള്ളതാണ്. അതിൻ്റെ അനുഭവമാണ് ആ രാജ്യം രണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സഭകളിൽ എല്ലാ അച്ഛന്മാരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ചില യുവ വൈദികർ ഈ ചെറുപ്പക്കാര ആൾക്കാർ പറയുന്ന മാത്രം കേട്ടുകൊണ്ട് ഇടവകയെ ഭരിക്കുകയും ഇതേവരെ ആ ഇടവകയെ നടത്തിക്കൊണ്ടുവന്ന ആ പള്ളി പണിയാൻ വേണ്ടി തങ്ങളുടെ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച, ഒരുപക്ഷെ സ്ഥലം തന്നെ കൊടുത്ത, ആ പള്ളി പണിയാൻ സ്ഥലം തന്നെ കൊടുത്ത അവരുടെ ആ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഒരു കോണിക്കാക്കിയിട്ട് അവരുടെ വാക്കുകൾക്ക് ഒരു കൽപ്പിക്കാതെ, അവരുടെ സംഘടനയിലൊന്ന് പോയി പ്രാർത്ഥിക്കാതെ, ഈ ചെറുപ്പക്കാരെ മാത്രം കൂട്ടിക്കൊണ്ട് അവരുടെ ഒരു ഉപജാപവൃന്ദം വൈകൊണ്ട് അവരുടെ കൂടെ പെരുന്നാൾ കൊഴിപ്പിക്കാനും, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ കലാപരിപാടി അവതരിപ്പിക്കാനും ഒക്കെ പോകുമ്പോൾ ഇവരെ മറന്നുപോയൊരവസ്ഥയിൽ, ഈ 60-ന് മുകളിൽ ഉള്ള ആൾക്കാരെ മറന്നുപോയൊരവസ്ഥയിൽ ഇതാ ഒരു കൂട്ടായ്മ വന്നിരിക്കുന്നു. ഈ കൂട്ടായ്മ മുൻനിരയിലേക്ക് വീണ്ടും വരുവാനുള്ളൊരവസരമായി നമ്മൾ കരുതണം. സെൻറ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, അത് ആ ഒരു കൂട്ടായ്മയായി ഇതാ നമ്മൾ മുന്നോട്ട് വരണം. ആ 60 വയസ്സിന് മേലുള്ള ഒരു കൂട്ടായ്മ നമ്മൾ വീണ്ടും കുട്ടികളാവണം. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മൾ നമ്മുടെ മനസ്സ് പുതുക്കി വരണം. ആ മനസ്സ് പുതുക്കുക എന്ന് പറയുമ്പോൾ പ്രശസ്തനായ PV രവീന്ദ്രൻ സാറ്, പ്രശസ്ത പത്രപ്രവർത്തനായ PV രവീന്ദ്രൻ സാറ് ഈ പ്രായമുള്ളവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിൽ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഈ വൃദ്ധന്മാരും വൃദ്ധകളും പ്രായമുള്ള ആൾക്കാരുടെ ഒരു നാടകം അവതരിപ്പിക്കുകയാണ്. അവരെല്ലാം കൊണ്ട് ചെയ്ത് നാടകം അവതരിപ്പിക്കുകയാണ്. ആ നാടകം അവതരിക്കുമ്പോൾ ആദ്യത്തെ രംഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ രംഗത്തിരിക്കുകയാണ്. അവർ ഗതകാല സ്മരണകൾ അയവിറക്കുകയാണ്. അവരുടെ പഴയ കാര്യം, കുട്ടിക്കാലവും അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ്മാൻ വരുന്നു. പോസ്റ്റ്മാന് ഒരു പാഴ്സൽ കൊടുക്കുന്നു. അപ്പോൾ ഈ പാഴ്സൽ തുറന്നപ്പോൾ ദുബൈയിൽ അവരുടെ കൊച്ചുമകനുണ്ട്. ആ കൊച്ചുമകന് നാട്ടിലോട്ട് വന്ന ആരുടെയോ കയ്യിൽ ഈ പാഴ്സൽ കൊടുത്തു വിട്ടാണ് അങ്ങ് ദൂരെയുള്ള, കേരളത്തിൽ തന്നെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് വന്ന കൂട്ടുകാരൻ അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് പാഴ്സൽ അയച്ചതാണ്. ആ പാഴ്സൽ ഇങ്ങനെ പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു കുറിപ്പുണ്ട്. കുറേ ഗുളികകളാണ്, ടാബ്ലറ്റ്സ് ആണ്. എന്നിട്ട് ആ അപ്പൂപ്പനും അമ്മൂമ്മയോടും ഈ കൊച്ചുമകന് ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പറയുകയാണ്: പ്രിയപ്പെട്ട അപ്പൂപ്പ അമ്മൂമ്മേ, ഇത് കുറേ ടാബ്ലറ്റ്സ് ആണ്, ഇത് കുറേ ഗുളികകളാണ്. ഈ ഗുളിക രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കണം. ഇങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ പഴയ പോലെ ചെറുപ്പക്കാരായി മാറുമെന്ന് പറയുക. നിങ്ങൾ പഴയ പോലെ ചെറുപ്പക്കാരാകുവാനായിട്ട്
ഈ ഗുളിക രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കണം. ഇത് കിട്ടിയ മാത്രയിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഈ ഗുളിക അതിൻ്റെ ഇത് തുറന്നിട്ട് ഓരോ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചപ്പോൾ നല്ല സ്വാദുള്ളതുപോലെ ഒന്ന് നല്ല മധുരമുള്ളതുപോലെ തോന്നി. അപ്പം ഇവർക്ക് ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അവർ രണ്ടുപേരും ഓരോ ഗുളിക കൂടെ കഴിച്ചു. ആ ഓരോ ഗുളിക 2 ഗുളിക അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഇവര് ചെറുപ്പമാകുവാനായിട്ടാണ് ആ ഗുളിക കഴിച്ചെങ്കിൽ ഇവർ കൊച്ചു കുട്ടികളായി മാറി. അതായത് കൊച്ചുമകൻ, അതായത് വിദേശത്തു നിന്ന് കൊച്ചുമകന് ഇവർ ചെറുപ്പക്കാരാവാനായിട്ട് ഗുളിക കൊടുത്തു വിട്ടാണ്, ടാബ്ലറ്റ്സ് കൊടുത്തു വിട്ടാണ് അത് കഴിച്ച് ചെറുപ്പക്കാരാവാനായിട്ട് കൊടുത്തത്. പക്ഷേ ഇവർ ഒന്നിച്ച് കഴിച്ചപ്പോൾ ഒന്നിച്ച് കഴിച്ചപ്പോൾ ഇവർ പഴയ പോലെ കൊച്ചു കുട്ടികളായി മാറി. പ്രിയമുള്ളവരെ, ഇതേ അനുഭവമാകണം നമുക്ക് ഈ സെൻറ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിലൂടെ ആകേണ്ടത്. കാരണം ജോഫ് അതായത് സെൻറ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്, അതിൻ്റെ ഷോർട്ട് ഫോം ജോഫ്, അത് SJOF. അതൊരു ടാബ്ലറ്റായി കാണണം. അത് നമ്മൾ കഴിക്കുമ്പോൾ, അതിൽ നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരല്ല, കൊച്ചു കുട്ടികളാവണം. നമ്മൾ തിരിഞ്ഞ് നമ്മുടെ മനസ്സ് പുതുക്കണം. നമ്മുടെ മനസ്സൊരിക്കലും പ്രായമാകാൻ പാടില്ല. ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പഴയ കാലത്തേക്ക്, നമ്മുടെ ചെറുപ്പകാലം ഓർക്കണം. ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, 60 വയസ്സിന് മേലുള്ള ആൾക്കാരൊക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഊന്നുവടികളാണ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എത്ര വയ്യായെങ്കിലും നമ്മൾ ചിരിച്ചു പറഞ്ഞ് നടക്കുന്നത്, അതുപോലെ ഒരു കൂട്ടായ്മയിലേക്ക് വരണം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലൊക്കെ, നമ്മുടെ പള്ളികളിലൊക്കെ നമ്മുടെ മുൻനിര, അതായത് കുട്ടികൾ നിൽക്കുന്ന ഇടം ഇന്ന് കാലിയാവുകയാണ്. ഒന്ന് ചെറുപ്പക്കാരൊക്കെ ഇല്ലാതാകുമ്പോൾ നമ്മൾ കുട്ടികളായിട്ട് ഈ കൊച്ചുങ്ങളുടെ ഈ ചെറുപ്പക്കാരുടെ സ്ഥലം ഏറ്റെടുത്ത് അത് നിറയ്ക്കുവാൻ തക്കവണ്ണം ഈ സെൻറ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് എന്ന പുതിയ ആധ്യാത്മിക സംഘടന അതിന് കാരണമാകണം. നമ്മൾ ചെറുപ്പമായി, അതൊരു പക്ഷെങ്കിൽ രഹബയാമാര് മറന്നുപോയ ആ പ്രായമുള്ളവരെ ഈ ആധ്യാത്മിക സംഘടനയിലൂടെ, ഈ ഗുളികയാകുന്ന ആധ്യാത്മിക സംഘടന കഴിച്ച് നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമ്മളെ ഓർക്കുവാനായിട്ടാണ് ഈ സംഘടന ഉണ്ടായിരിക്കുന്ന ബോധ്യത്തോടുകൂടി രഹബയാമ്മമാർ മറന്നുപോയ നരച്ച തലകളെയൊക്കെ ഈ ആധ്യാത്മിക സംഘടന എന്ന ഗുളിക കഴിച്ച് നമ്മൾ വീണ്ടും ചെറുപ്പമായി വീണ്ടും നമ്മൾ പഴയ കാലത്തിലേക്ക്, ഗതകാലങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ ചെറുപ്പമാകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ആത്മീയ സംഘടന, സെൻറ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് എന്ന ആധ്യാത്മിക സംഘടനയിലൂടെ പ്രായമായവരൊക്കെ പരസ്പരം ഊന്നുവടികളാകാം. നമുക്ക് പരസ്പരം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു ഫോറമായിട്ട്, ഒരു സ്ഥലമായിട്ട് ഇതിനെ ഏറ്റെടുക്കാം. അങ്ങനെ ഇത് നല്ലപോലെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, വീണ്ടും നമ്മുടെ മനസ്സ് പുതുക്കി കൊച്ചു കുഞ്ഞുങ്ങളാവുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. അതുമല്ല, മറന്നുപോയ യോസപിതാവിനെ ഒന്ന് ഓർക്കുവാനായിട്ട് ഈ ആധ്യാത്മിക സംഘടന ഇടയാകട്ടെ. അതിന് വിശുദ്ധൻ്റെ മധ്യസ്ഥം കോട്ടയായിരിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആധ്യാത്മിക സംഘടന ശക്തമായി വരുവാനും അതിൽ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുവാനും പരസ്പരം ഊന്നുവടികളാകുവാനും നമ്മൾ പരസ്പരം ഒന്ന് ചിരിക്കുവാനും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുവാനും സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.